ഞാൻ എന്നെ ഒന്ന് പരിചയപ്പെടുത്തട്ടെ. നിങ്ങളിൽ കുറച്ച് പേർക്കെങ്കിലും അറിയാമായിരിക്കും. അച്ഛൻ പേര് പറഞ്ഞല്ലോ, ജോർജ് ജേക്കബ്. ഈ ഇടവകയിൽ ഇടവപ്പട്ടക്കാരനായി ശുശ്രൂഷ ചെയ്ത് റിട്ടയർ ചെയ്ത CC ജേക്കബ് അച്ഛൻ്റെ അനുജനാണ് ഞാൻ. പലപ്പോഴും ഇവിടുത്തെ ആരാധനകളിലൊക്കെ ഞാൻ വന്ന് പങ്കെടുത്തിട്ടുണ്ട്. ഞാൻ പണ്ട് യുവജന സഖ്യത്തിൻ്റെയും യുവജന പ്രസ്ഥാനത്തിൻ്റെയും ഒക്കെ സെക്രട്ടറി ആയിട്ട് പ്രവർത്തിച്ചിരുന്ന കാലമുണ്ടായിരുന്നു, ദീർഘവർഷങ്ങൾക്ക് മുമ്പ്. അന്ന് വിവിധ പള്ളികളിലൊക്കെ പോയിട്ടുണ്ടെങ്കിലും തോലശ്ശേരി പള്ളിയിൽ ഞാൻ പ്രസംഗിച്ചിട്ടില്ല. ഇതിപ്പോൾ ആദ്യമായിട്ടാണ്. അന്ന് എന്നോടൊപ്പം ഉണ്ടായിരുന്ന തോമസ് കെ ഊമൻ പിന്നീട് പട്ടക്കാരനും ബിഷപ്പും മോഡറേറ്ററും ഒക്കെ ആയി. അതുപോലെ ഷാജൻ ഇടിക്കുള പിന്നീട് പട്ടക്കാരനായി. ഞങ്ങളന്ന് പള്ളികളിൽ ലിസ്റ്റ് ചെയ്യുന്ന സമയത്ത് അവർക്കൊക്കെ വേണ്ടി ഞാൻ വലിയ പള്ളികളിലൊന്നും സെലക്ട് ചെയ്ത് ഞാൻ പോയിട്ടില്ല. കാരണം അവർക്ക് പട്ടക്കാരാകണം എന്നുള്ള താല്പര്യത്തോടെ വന്നവരായിരുന്നു. ഞാൻ ആ താല്പര്യത്തോടെ വന്നയാളല്ലായിരുന്നു. ഒരു സാമൂഹിക പ്രവർത്തനം എന്നുള്ള ലക്ഷ്യത്തിലാണ് ഞാൻ പ്രവർത്തിച്ചത്. അതുകൊണ്ട് ഞാൻ വലിയ പള്ളികളിലൊന്നും തന്നെ പോയിട്ടില്ല എന്ന് വേണം പറയാൻ. നിങ്ങളുടെ ഇടയിൽ ഇപ്പോൾ വരാൻ സാധിച്ചതിൽ ദൈവത്തിന് നന്ദി അർപ്പിക്കുന്നു. ഇന്ന് നിങ്ങളോട് അല്പസമയം വചനം സംസാരിക്കാൻ അവസരം തന്ന അലക്സ് പി ഉമ്മനച്ഛനോടും മറ്റും ഇവിടുത്തെ കമ്മിറ്റിക്കാരോടും എല്ലാവരോടും നന്ദി അർപ്പിക്കുകയും ചെയ്യുന്നു. ഇന്നത്തെ ദിവസം CSI സഭയായിട്ട് സൗഖ്യദായക ഞായർ, ഹീലിംഗ് മിനിസ്ട്രി സൺഡേ ആണ് ആചരിക്കുന്നത്. ഇവിടെ അച്ഛൻ ആദ്യമേ താഴെ പുറകിൽ നിന്ന് പ്രാർത്ഥിച്ചപ്പോൾ പറഞ്ഞെങ്കിലും ഇന്ന് വായിച്ചതായ അപേക്ഷ നോമ്പിന് മുമ്പുള്ള അപേക്ഷയാണ്. അതുകൊണ്ട് ഇന്നത്തേക്കുള്ള അപേക്ഷ ഞാനൊന്ന് നിങ്ങളുടെ അറിവിന് വേണ്ടി വായിക്കട്ടെ. നിൻ്റെ സൗഖ്യ സ്പർശനത്താൽ സർവസൃഷ്ടിയെയും പൂർണ്ണതയിലേക്ക് നയിക്കുന്ന രോഗശാന്തിയുടെ ദൈവമേ, നിൻ്റെ സൗഖ്യത്തിൻ്റെ ശബ്ദം ശ്രവിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. നിൻ്റെ സൗഖ്യസ്പർശനം ഉൾക്കൊള്ളുവാനും കിടക്കയെടുത്ത് നിൻ്റെ ശക്തിയെയും മഹത്വത്തെയും പ്രഘോഷിക്കുവാനും ഞങ്ങളെ സജ്ജരാക്കണമേ. ഞങ്ങളുടെ ബലഹീനതയിൽ ഞങ്ങൾക്കാവശ്യമായ ശക്തി പകർന്ന് ഞങ്ങളെ അനുഗ്രഹിക്കണമേ. സർവസൃഷ്ടിയെയും അപൂർണതയിൽ നിന്നും പൂർണ്ണതയിലേക്ക് നയിക്കുന്ന പിതാവായ ദൈവത്തിൻ്റെ ക്ലേശങ്ങളിൽ നിന്ന് ഞങ്ങളെ വിടുവിക്കുന്ന യേശുക്രിസ്തുവിൻ്റെ നിരന്തരം ഞങ്ങളെ ആശ്വസിപ്പിക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ഞങ്ങൾ അപേക്ഷിക്കുന്നു. ആമേൻ. സഭയുടെ ഒരു പ്രധാന ദൗത്യമാണ് സൗഖ്യദായക ശുശ്രൂഷ എന്ന് പറയുന്നത്. നമുക്കറിയാം, യേശുവിൻ്റെ പ്രധാന 3 കർത്തവ്യങ്ങളായിട്ടാണ് ഉണ്ടായിരുന്നത്: ഉപദേശിക്കുകയും പഠിപ്പിക്കുകയും സൗഖ്യമാക്കുകയും ചെയ്യുന്നത്. യോഹന്നാൻ്റെ സുവിശേഷത്തിൽ 20-ാം അധ്യായത്തിലും 21-ാം അധ്യായത്തിൻ്റെയൊക്കെ അവസാന ഭാഗത്തായിട്ട് പറയുന്നതനുസരിച്ച് യേശു ചെയ്തതായ അടയാളങ്ങൾ, അത്ഭുതങ്ങൾ, അത് മറ്റൊരിടത്ത് പറയുന്നതനുസരിച്ചാണെങ്കിൽ എന്താണ് അടയാളം? സൗഖ്യമാക്കല. അത് എഴുതിയാൽ തീരത്തില്ല എന്നാണ്. എന്ന് പറയാൻ അത്ര പ്രധാനമാണ്. അവിടെ പ്രസംഗത്തെക്കാളോ പഠിപ്പിക്കലുകളെക്കാളോ കൂടുതൽ പ്രാധാന്യം യേശു ചെയ്തുവെന്നാണ് യോഹന്നാൻ അതിനകത്ത് എഴുതിയിരിക്കുന്നത്. അപ്പോൾ ആ ഒരു ചുമതലയാണ് ഇപ്പോൾ ക്രൈസ്തവ സഭ ചെയ്യേണ്ടതുള്ളത്. നമ്മുടെ CSI സഭ അതിനുവേണ്ടി കുറേയേറെ ആശുപത്രികളൊക്കെ നടത്തുന്നുണ്ട്. നമ്മുടെ മഹായിടവകയും നടത്തുന്നുണ്ട്. ഉണ്ടായിരുന്നു, ഇപ്പോൾ 2 ഉള്ളൂന്നേ ഉള്ളൂ. 2 ചെറിയ ആശുപത്രിയുള്ളൂ ഇപ്പോൾ. കാട്ടാമ്പാക്കൽ, കാണക്കാരി, കാളകെട്ടി,
കൃഷ്ണപുരം, കൂടുകുളഞ്ഞി, മുണ്ടിയപ്പള്ളി, മല്ലപ്പള്ളി, പള്ളം, ഈ സ്ഥലങ്ങളിലൊക്കെ നേരത്തെ ഉണ്ടായിരുന്നു. അതിൽ കൂടുകുളഞ്ഞിയാണെങ്കിൽ വലിയ ആശുപത്രിയായിരുന്നു, റഫറൽ ആശുപത്രി എന്നായിരുന്നു അറിയപ്പെട്ടിരുന്നത്. ഒരു മെഡിക്കൽ കോളേജിനോട് കിടപിടിക്കത്തക്ക രീതിയിലുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ അതൊക്കെ നിന്നുപോയി. ഇപ്പോൾ ആ പാടെ മല്ലപ്പള്ളിയിലും പള്ളത്തും ഒരു ചെറിയ ക്ലിനിക്ക് പോലെയുള്ള ആശുപത്രി ഉണ്ട്, അത്രയേ ഉള്ളൂ. അപ്പോൾ ഈ സൗഖ്യമാക്കൽ ചെയ്യുവാനായിട്ടാണ് യേശു തൻ്റെ ശിഷ്യന്മാരോട് പറഞ്ഞതിൽ ഒരു പ്രധാന കാര്യം. ഞാനൊരു ചെറിയ ഭാഗം വായിക്കട്ടെ. മത്തായിയുടെ സുവിശേഷത്തിൻ്റെ 9-ാം അധ്യായത്തിൻ്റെ അവസാന ഭാഗം. യേശു പട്ടണം തോറും ഗ്രാമം തോറും സഞ്ചരിച്ച് അവരുടെ പള്ളികളിൽ ഉപദേശിച്ച് രാജ്യത്തിൻ്റെ സുവിശേഷം പ്രസംഗിക്കുകയും സകലവിധ ദീനവും വ്യാധിയും സൗഖ്യമാക്കുകയും ചെയ്തു. അവൻ പുരുഷാരത്തെ ഇടയനില്ലാത്ത ആടുകളെ പോലെ കുഴഞ്ഞവരും ചിന്നിയവരുമായി കണ്ടിട്ട് അവരെക്കുറിച്ച് മനസ്സലിഞ്ഞു. 10-ാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പോൾ, അനന്തരം അവൻ 12 ശിഷ്യന്മാരെയും അടുക്കൽ വിളിച്ചു, അശുദ്ധാത്മാക്കളെ പുറത്താക്കുവാനും സകലവിധ ദീനവും വ്യാധിയും പൊറുപ്പിപ്പാനും അവർക്ക് അധികാരം കൊടുത്തു. ഇതിന് ശേഷമാണ് ആ 12 അപ്പോസ്തലന്മാരുടെ പേരുകൾ പറയുന്നത്. ഈ യേശു പ്രവർത്തനം ആരംഭിച്ചു. എന്നാൽ നിങ്ങളുടെ ശ്രദ്ധയെ ഞാനതിലേക്കൊന്ന് ക്ഷണിക്കട്ടെ. യേശു ഒരിടത്ത് പരാജയപ്പെട്ടു പോയി. നിങ്ങളത് വേദപുസ്തകത്തിൽ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? യേശു ക്രിസ്തു പരാജയപ്പെട്ടു പോയി. ഓക്കെ, നമുക്ക് പ്രാർത്ഥിക്കാം, കണ്ണുകളടയ്ക്കാം. കാരുണ്യവാനായ ദൈവമേ, യേശു ക്രിസ്തുവിൻ്റെ പ്രവർത്തന മേഖലയിൽ വളരെ പ്രധാനപ്പെട്ട ഒന്നായിരുന്ന സൗഖ്യദായക ശുശ്രൂഷയെക്കുറിച്ച് ഇന്ന് ഞങ്ങൾ CSI സഭയായിട്ട് ചിന്തിക്കുന്നു. യേശു ക്രിസ്തുവും തൻ്റെ ചില ശിഷ്യന്മാരും അതുപോലെ പഴയ നിയമ കാലഘട്ടത്തിലെ ചില കഥാപാത്രങ്ങളുമൊക്കെ സൗഖ്യമാക്കൽ പ്രക്രിയകളിൽ പങ്കാളികളായിരുന്നതിനെക്കുറിച്ച് ഞങ്ങൾ മനസ്സിലാക്കുന്നു. ആ ചുമതല തൻ്റെ ശിഷ്യന്മാരോട് യേശു ഭരമേൽപ്പിക്കുന്നു. അത് ചെയ്യുവാൻ ഇന്ന് ജീവിച്ചിരിക്കുന്നവരായ ഞങ്ങൾക്ക് ദൈവം ശക്തി നൽകണമേ. അതിന് വേണ്ടുന്നതായ കാഴ്ചപ്പാടുകളും നല്ല മനസ്ഥിതിയും ഞങ്ങൾക്കെല്ലാവർക്കും ദൈവം തമ്പുരാൻ നൽകണമേ. സർവ്വതും തൻ്റെ യൗവനപ്രായത്തിൽ ഞങ്ങൾക്ക് വേണ്ടി കാൽവരിയിൽ യാഗമായി സമർപ്പിച്ച ഞങ്ങളുടെ രക്ഷകനായ യേശു ക്രിസ്തു മൂലം ഞങ്ങൾ അപേക്ഷിക്കുന്ന കൃപയോടെ കേൾക്കണമേ. ആമേൻ. ഞാൻ പറഞ്ഞത് നിങ്ങൾ ഓർക്കുന്നുണ്ടോ? യേശു പരാജയപ്പെട്ടു എന്ന് പറഞ്ഞത് വിശ്വാസം വരുന്നില്ലായിരിക്കും അല്ലേ? വേദപുസ്തകം ഉണ്ടെങ്കിൽ എടുക്കുക. മർക്കോസിൻ്റെ സുവിശേഷം ആദ്യം അതിൻ്റെ 7-ാമത്തെ അധ്യായത്തിൻ്റെ അവസാനത്തെ പാരഗ്രാഫിലോട്ട് വരാം. ഞാനൊന്ന് വായിക്കാം. അവിടെ അവർ വിക്കനായ ഒരു ചെകിടനെ അവൻ്റെ അടുക്കൽ കൊണ്ടുവന്നു. അവൻ്റെ മേൽ കൈവെക്കണം എന്നപേക്ഷിച്ചു. അവനവനെ പുരുഷാരത്തിൽ നിന്ന് വേറിട്ട് കൂട്ടിക്കൊണ്ടുപോയി അവൻ്റെ ചെവിയിൽ വിരലിട്ടു, തുപ്പി അവൻ്റെ നാവിനെ തൊട്ടു, സ്വർഗത്തേക്ക് നോക്കി നെടുവീർപ്പിട്ട് അവനോട് തുറന്നു വരിക എന്ന അർത്ഥമുള്ള എഫദ എന്ന് പറഞ്ഞു. ഉടനെ അവൻ്റെ ചെവി തുറന്ന് നാവിൻ്റെ കെട്ടുമഴിഞ്ഞ് അവൻ ശരിയായി സംസാരിച്ചു. ഇതാരോടും പറയരുതെന്ന് കൽപ്പിച്ചു. വായിച്ചല്ലോ, കേട്ടല്ലോ. എന്നാൽ അടുത്ത അധ്യായത്തിൽ, വേദപുസ്തകമുള്ളവർ അടയ്ക്കരുത്,
അടുത്ത അധ്യായത്തിൽ 8-ാമത്തെ അധ്യായത്തിൽ 22-ാമത്തെ വാക്യം മുതൽ അവർ ബത്സൈദയിലെത്തിയപ്പോൾ ഒരു കുരുടനെ അവൻ്റെ അടുക്കൽ കൊണ്ടുവന്നു അവനെ തൊടണമെന്ന് അപേക്ഷിച്ചു. അവൻ കുരുടൻ്റെ കൈക്ക് പിടിച്ചു അവനെ ഊരിന് പുറത്ത് കൊണ്ടുപോയി അവൻ്റെ കണ്ണിൽ തുപ്പി അവൻ്റെ മേൽ കൈവച്ചു. നീ വല്ലതും കാണുന്നുണ്ടോ എന്ന് ചോദിച്ചു. ഞാൻ മനുഷ്യരെ കാണുന്നു, അവർ നടക്കുന്നത് മരങ്ങൾ പോലെ അത്രേ എന്ന് പറഞ്ഞു. മനുഷ്യൻ മരമാണോ? ഇതാണ് ഞാൻ പറഞ്ഞത് യേശുവിൻ്റെ ഒരു പരാജയം. ഇത് മാത്രമേ വേദപുസ്തകത്തിൽ രേഖപ്പെടുത്തിയിട്ടുള്ളൂ, ഒരു പരാജയമായിട്ട്. നമ്മളാണ് എന്തെടുക്കും? ഒരു കാര്യം ചെയ്തു, നിരന്തരം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്, അത് വീണ്ടും ചെയ്യുമ്പോൾ അത് ഫലപ്രാപ്തിയിലെത്തിയില്ലേ നമ്മളെന്തോ എടുക്കും? പോട്ടെ നോക്കും അല്ലേ, അടുത്ത പ്രാവശ്യം മറ്റെന്തെങ്കിലും ചെയ്യാമെന്ന് വിചാരിക്കും. ഒരിക്കലും നമ്മൾ അതിന് വലിയ ഗൗരവം കൊടുക്കാറില്ല. അത് പോട്ടെ, അടുത്ത കാര്യങ്ങൾ ചെയ്യാമെന്ന് വിചാരിക്കും. എന്നാൽ അതിൻ്റെ അടുത്ത വാക്യത്തിലേക്ക് വരുന്നു. പിന്നെയും അവൻ്റെ കണ്ണിന്മേൽ കൈവച്ചാറെ അവൻ സൗഖ്യം പ്രാപിച്ച് മിഴിച്ചു നോക്കി എല്ലാം സ്പഷ്ടമായി കണ്ടു. യേശുവിൻ്റെ ലക്ഷ്യം അതായിരുന്നു. അവൻ്റെ കാഴ്ച പൂർണ്ണമായും അവന് നൽകണമെന്നുള്ളതായിരുന്നു. യേശുവിൻ്റെ പ്രവർത്തനത്തിൽ ആദ്യമായിട്ടാണ് അവിടെ ഒരു ശുശ്രൂഷയിൽ പരാജയം ഉണ്ടായത്. പക്ഷെ നിരാശപ്പെട്ടില്ല. മനസ്സിനകത്ത് കിടക്കുന്ന ലക്ഷ്യം എന്താണ്? അവൻ സൗഖ്യമാകണമെന്നുള്ള. അത് ചെയ്യാൻ വേണ്ടി വീണ്ടും ഒന്നുകൂടെ അവൻ്റെ കണ്ണിന്മേൽ കൈവച്ചു. നമുക്കറിയാം, യേശുവിന് ശേഷം പിന്നീട് യേശു ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ കൂടെ ഉണ്ടായിരുന്ന ശിഷ്യന്മാരാരെങ്കിലും യേശുവിനെ ഏതെങ്കിലും കാര്യത്തിൽ സഹായിച്ചിട്ടുണ്ടോ? ഉണ്ടോ? ഒരാളും സഹായിച്ചിട്ടില്ല. 12 പേരെ കൂടെ കൊണ്ടുപോയി. അതിൽ തന്നെ 3 പേര് ഒരു ക്ലോസ് സർക്കിളിൽ എല്ലായ്പ്പോഴും കൂടെ ഉണ്ടായിരുന്നു, എല്ലാ പ്രതിസന്ധി ഘട്ടത്തിലും, ചില പ്രധാന സന്ദർഭങ്ങളിലുമൊക്കെ. പക്ഷെ അവരെന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ യേശു ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ? ഇല്ല. യേശു മരിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് അവരൊക്കെയാണ് നിരാശരുമായി. നമുക്കറിയാം, പരിപൂർണമായി നിരാശരായി. ഇതിൻ്റെ കൂടെ നടന്നതിലെ ഗുണപ്പെട്ടില്ലല്ലോ എന്ന് വിചാരിച്ച് വേറെ പണിക്കൊക്കെ പോയി, അല്ലേ? തങ്ങളുടെ പഴയ ജോലിയിലേക്കൊക്കെ തിരിച്ചു പോയി. എന്നാൽ ദൈവം വീണ്ടും അവരെ പിടിച്ചു. നമുക്കറിയാം, പെന്തക്കോസ്ത് നാൾ വന്നപ്പോൾ ഇവരൊക്കെ വീണ്ടും ശക്തി പ്രാപിക്കുകയും ദൈവത്തിൽ കൂടുതൽ ആശ്രയിക്കുകയും പല കാര്യങ്ങളും ചെയ്യുകയും ചെയ്തു. അതിനുശേഷം പറയുന്നൊരു കാര്യമുണ്ട്. പത്രോസും യോഹന്നാനും കൂടെ ദേവാലയത്തിലോട്ട് ചെല്ലുമ്പോൾ അവിടെ മുടന്തനെ കണ്ടു. 40 വയസ്സിലേറെ പ്രായമുള്ളതായ ഒരു മുടന്തൻ. സാധാരണ എല്ലാവരോടും ധർമ്മം ചോദിക്കുന്ന പോലെ ചോദിച്ചു. പക്ഷേ പത്രോസ് പറഞ്ഞ വാക്കെന്നാ? ഞങ്ങളെ നോക്ക്. എന്തായാലും തരുമെന്ന് വിചാരിച്ചാ നോക്കിയത്. നമ്മൾ ചിലപ്പം പലരോടൊക്കെ അങ്ങനെ ഒരു ഓഫർ കൊടുക്കാറുണ്ട്, പക്ഷേ ചെയ്യാറില്ല. ഓഫർ കൊടുക്കുമ്പോൾ അവർക്കൊരു വലിയ താല്പര്യവും ആഗ്രഹവും പ്രതീക്ഷയും വിശ്വാസമൊക്കെ ഉണ്ടാകും എന്തെങ്കിലും ചെയ്യുമെന്ന്. പക്ഷേ നമ്മളിൽ പലരും ചെയ്യത്തില്ല. പത്രോസും പറഞ്ഞ വാക്കെന്നാ? നോക്കെന്ന് പറഞ്ഞു. അവൻ നോക്കി ഉടനെ എന്നാ പറഞ്ഞേ? ഞങ്ങളുടെ കയ്യിൽ നിനക്ക് തരാനുള്ളതൊന്നുമില്ല, സ്വർണമോ പണമോ ഒന്നുമില്ല. അവൻ നിരാശപ്പെട്ടു പോയി കാണും. പക്ഷെ അടുത്ത വാക്യം എന്നാ? കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ എഴുന്നേറ്റ് നിൽക്ക്, നടക്ക് എന്നാ പറഞ്ഞു. അത് സംഭവിക്കുമെന്ന് പത്രോസിന് എപ്പോഴെങ്കിലും ഒരു ധാരണയുണ്ടായിരുന്നു? വേദവസ്തം വായിക്കുമ്പോൾ അങ്ങനെ ഒരു ധാരണയെക്കുറിച്ച് നമുക്ക് തോന്നത്തേയില്ല. കാരണം വിട്ടുപോയതാണ്, വിശ്വാസമൊക്കെ നഷ്ടപ്പെട്ടിട്ട്. പക്ഷെ അത്തരമൊരു അത്ഭുതം അവിടെ സംഭവിക്കുന്നത് പത്രോസിൻ്റെ ആ ഉറച്ച തീരുമാനത്തിൻ്റെ ഭാഗമായിട്ടാണ്. ഇതുവരെ ഒന്നും ചെയ്യാത്ത പത്രോസ് ആദ്യമായിട്ടാണ് പറയുന്നത്, ഞങ്ങളെ നോക്ക്, നിന്നെ സൗഖ്യമാക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ എന്ന് പറഞ്ഞ് കയ്യെ പിടിച്ച് എഴുന്നേൽപ്പിക്കുന്നു.
പിന്നീട് അതിൻ്റെ ഒത്തിരി നമുക്കറിയാം, അതിൻ്റെ കോൺസിക്വൻസസ് ഒത്തിരി ആയിരുന്നു. അതുപോലെ പത്രോസ് വീണ്ടും രോഗികളെ സൗഖ്യമാക്കുന്നതിനെ കുറിച്ചൊക്കെ പറയുന്നുണ്ട് അല്ലേ? മരിച്ച ആളെ എഴുന്നേൽപ്പിക്കുന്നുണ്ട്, തബീതയെ. അതിലും പ്രത്യേകമായ ഒരു കാര്യം, പത്രോസ് നടന്നു പോകുമ്പോൾ പത്രോസിൻ്റെ നിഴൽ വീഴുമ്പോൾ രോഗികൾ സൗഖ്യമാകുമായിരുന്നു. ദിവസത്തിൽ പറയുന്ന ഭാഗമാണ്. പത്രോസ് നടന്നു പോകുമ്പോൾ അവൻ്റെ നിഴൽ വീണാൽ രോഗികൾ സൗഖ്യമാകുമായിരുന്നു. അപ്പം അതുകൊണ്ട് തന്നെ അവിടെ കൊണ്ട് പത്രോസ് പോകുന്നു എന്നറിയുമ്പോഴത്തേക്ക് ആ ഭാഗത്ത് കൊണ്ട് രോഗികളെ കിടത്തുമായിരുന്നു. അത് നമുക്ക് പെട്ടെന്ന് അങ്ങോട്ട് അംഗീകരിക്കാനായിട്ട് പ്രയാസം തോന്നും. അപ്പോസ്തല പ്രവൃത്തി 5-ാം അധ്യായത്തിൽ അങ്ങനത്തെ ചില കാര്യങ്ങൾ പറയുന്നുണ്ട്. മറ്റൊരാളായിരുന്നു ഫിലിപ്പോസ്. ഫിലിപ്പോസും അനേകരെ സൗഖ്യപ്പെടുത്തിയെന്ന് വേദപുസ്തകത്തിൽ പറയുന്നുണ്ട്. പൗലൂസ്, അവരൊന്നും അതിനു മുമ്പ് ഒരിക്കലും അങ്ങനെ ആരെയും സൗഖ്യപ്പെടുത്തിയിട്ടില്ലാത്തവരാണ്. പക്ഷേ ദൈവത്തിൽ നിന്നൊരു ശക്തി കിട്ടിക്കഴിഞ്ഞപ്പോൾ അവരും അനേകരെ സൗഖ്യപ്പെടുത്തി. മുടന്തനെ. അതുപോലെ തന്നെ നമുക്കറിയാം, ഒരു മനുഷ്യൻ മേളിൽ നിന്ന് താഴെ വീണു. കെട്ടിടത്തിൻ്റെ മേളിൽ നിന്ന് താഴെ വീണപ്പോഴേ അവൻ മരിച്ചുപോയി. അവനെ കൊണ്ടുവന്നപ്പോഴും പൗലൂസ് അവന് ജീവൻ കൊടുത്തു. എന്നാൽ യേശു ചെയ്ത ഒരു മരണത്തിൽ നിന്ന് വിടുവിച്ച 3 സംഭവങ്ങളേ ഉള്ളൂ എന്ന് പറയുന്ന പോലെ പത്രോസ് ചെയ്തു, ഇവിടെ ഇപ്പോൾ പൗലൂസ് ചെയ്തു. വേദപുസ്തകത്തിൽ നമുക്കറിയാം അങ്ങനെ 2-3 പേരുടെ കാര്യം ഇല്ലേ? ഏലിയാവിനെക്കുറിച്ചറിയാം, മരിച്ച സരഫത്തിലെ വിധവയുടെ മകന്. അതുപോലെ എലീശ സൂര്യൻകാഴ്ത്തിയുടെ മകനെ ജീവൻ കൊടുത്തു. എലീശ ഒത്തിരി പേരെ സൗഖ്യപ്പെടുത്തി. അതുകൊണ്ട് തീർന്നില്ല. എലീശ മരിച്ചു കഴിഞ്ഞപ്പോൾ അവിടെ ഒരു അത്ഭുതം സംഭവിക്കുന്നുണ്ട്. എലീശയെ അടക്കിയ ആ കുഴിയിൽ ഒരു ശവം കൊണ്ടുവന്നിട്ടപ്പോൾ ആ ശവത്തിന് ജീവൻ വെച്ചു. ഒരിക്കലും നമുക്ക് ചിന്തിക്കാനേ പറ്റാത്ത ഒരു കാര്യമാണ്. ജീവിച്ചിരുന്നപ്പോൾ ഒത്തിരി കാര്യങ്ങൾ ചെയ്തായ എലീശ മരിച്ചടക്കിയതിന് ശേഷവും എലീശയുടെ ശവത്തേൽ മറ്റൊരു ശവം വന്ന് മുട്ടിയപ്പോൾ ആ രണ്ടാമത് വന്ന ശവത്തിന് ജീവൻ വെച്ചു എന്ന്. പക്ഷേ എലീശയെക്കുറിച്ചൊന്ന് ചിന്തിച്ചേ. ഏലിയാവിൻ്റെ ശിഷ്യനായിരുന്നല്ലേ? ഏലിയാവിനെ ദൈവം എടുത്തോളൂ എന്നറിഞ്ഞപ്പോഴത്തേക്ക് എലീശ സങ്കടപ്പെട്ടു, നിരാശയായി. ഇത്രയും നാളും കൂടെ നടന്നതാ, ഒന്നിച്ച് ഉണ്ണുകയും ഉറങ്ങുകയും ഒക്കെ ചെയ്തതാണ്. പക്ഷേ ഏലിയാവിനെ ദൈവം എടുക്കാൻ പോകാമെന്ന് പറഞ്ഞു. വളരെ വിഷമം തോന്നി, നിരാശയായി. അവസാനം ഏലിയാവിനോട് പറഞ്ഞു, ഞാൻ നിന്നെ വിടത്തില്ല എന്നൊക്കെ. എന്നാലും ഏലിയാവ് പറഞ്ഞില്ല, നീ എന്നെ എടുത്താലും കാര്യമില്ല, ദൈവം എന്നെ കൊണ്ടുപോവുകയാണെന്ന്. അവസാനം എലീശ ചോദിച്ചു, അങ്ങനെയാണെങ്കിൽ നിൻ്റെ കഴിവിൻ്റെ ഇരട്ടി കഴിവ് എനിക്ക് തരാമോ എന്ന് ചോദിച്ചു. നിൻ്റെ കഴിവിൻ്റെ ഇരട്ടി കഴിവ്. അപ്പോൾ ഏലിയാവ് പറഞ്ഞു, ശരി, ഞാൻ പോകുമ്പോൾ നീ എന്നെ കാണുകയാണെങ്കിൽ നിനക്ക് ഇരട്ടി കഴിവ് കിട്ടുമെന്ന് പറഞ്ഞു. ഏലിയാവ് പൊങ്ങിയപ്പം എലീശ അത് കണ്ടു. ഏലിയാവിൻ്റെ തോളിൽ നിന്നൊരു തോർത്ത് താഴെ വീഴുകയും ചെയ്തു. ഇതൊക്കെ കണ്ടുവെങ്കിലും ഏലിയാവ് പറഞ്ഞ വാക്കുമൊക്കെ അവന് മനസ്സിലായെങ്കിലും അത് പൂർണ്ണമായിട്ട് ഉൾക്കൊള്ളാനായിട്ട് കഴിഞ്ഞില്ല. വലിയ നിരാശയും ദുഃഖവും ദേഷ്യവും ഒക്കെ ആയി. കയ്യിലാ തോർത്തുണ്ട്,
അങ്ങോട്ട് യോർദാൻ കടന്നത് ഏലിയാവ് പറഞ്ഞപ്പം യോർദാൻ പിളർന്ന് അതിനകത്തൂടെയാണ് കടന്നത്. പക്ഷെ തിരിച്ചു പോരണം. യോർദാൻ നദി പിന്നെയും കരകവിഞ്ഞ് ഒഴുകുക. എന്തെടുക്കും? ആ നിരാശയിലും ദേഷ്യത്തിലും കയ്യിലിരുന്ന തോർത്ത് കൊണ്ട് ഇങ്ങനെ അടിച്ചോണ്ട് പറഞ്ഞു, ഏലിയാവിൻ്റെ ദൈവം എവിടെയെന്ന്. എൻ്റെ ദൈവം എന്നല്ല ചോദിച്ചത്, ഏലിയാവിൻ്റെ ദൈവം എവിടെയെന്നാണ് ചോദിച്ചത്. ആ ചോദ്യം കേട്ടപ്പോൾ എല്ലാവരും ഈവൻ ദൈവം പോലും അത്ഭുതപ്പെട്ട് കാണും. പക്ഷേ അവിടെ സംഭവിച്ചത് എന്താ? ആ തോർത്തിൻ്റെ അറ്റം യോർദാനിലെ വെള്ളത്തിൽ മുട്ടിയപ്പോൾ അത്ഭുതം സംഭവിച്ചു. യോർദാൻ രണ്ടായിട്ട് പിളർന്നു. എലീശ തിരിച്ചു പോകുന്നു. അതിനുശേഷമാണ് എലീശ മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അപ്പം ഇത് ചെയ്യാൻ, അതായത് ആദ്യമേ വിശ്വാസമില്ലായിരുന്നെങ്കിലും ചെയ്യാനായിട്ട് സാധിച്ചു. പഴയ നിയമത്തിൽ വേറെ കുറേയേറെ കഥാപാത്രങ്ങളുണ്ട്. നിങ്ങൾ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. അബ്രഹാം സൗഖ്യമാക്കിയതിനെക്കുറിച്ച് പറയുന്നുണ്ട്. ഫെലിസ്ത്യ രാജാവായ ഗെരാറിലെ അബീമേലെക്കിൻ്റെ ഭാര്യയെയും ദാസികളെയും മറ്റുള്ളവരെയും ഒക്കെ സൗഖ്യപ്പെടുത്തിയതിനെക്കുറിച്ച്. മോശെ മരുഭൂമിയിൽ സർപ്പത്തെ ഉയർത്തിയപ്പം മനുഷ്യർക്ക് ജീവൻ കിട്ടി. എന്നാൽ സ്വന്തം സഹോദരിയായ മിരിയാം കുഷ്ഠരോഗിയായപ്പോൾ അവളെ സൗഖ്യപ്പെടുത്തി. നമുക്കറിയാവുന്നൊരു സംഗതിയാണ് മ്യൂസിക് തെറാപ്പി. പാട്ട് കൊണ്ട് ആളുകളെ സൗഖ്യപ്പെടുത്താൻ സാധിക്കുന്നുള്ളത്. എന്നാൽ അത് ചെയ്ത ആളാണ് ദാവീദ്. ശൗലിൻ്റെ മേലുണ്ടായിരുന്നതായ ദുരാത്മാവിനെ പുറത്ത് കളഞ്ഞത് ദാവീദിൻ്റെ കിന്നരം വായനയിലൂടെയാണ്. യെശയ്യാ പ്രവാചകൻ ഹിസ്കിയ രാജാവിനെ മരണകരമായ അവസ്ഥയിൽ നിന്ന് സൗഖ്യപ്പെടുത്തുന്നു. എന്താ ചെയ്തതെന്നറിയാമോ? അദ്ദേഹത്തൊരു പരുവുണ്ടായി. ആ പരുവ് കൊണ്ട് ദൈവം പറഞ്ഞു, നീ ചാവാൻ പോവാൻ, അതുകൊണ്ട് നിൻ്റെ കാര്യമെല്ലാം ക്രമപ്പെടുത്തി വെച്ചോ, നിന്നെ ഞാൻ കൊണ്ടുപോകാണെന്ന് പറഞ്ഞു. ഹിസ്കിയ രാജാവ് വളരെയേറെ കരഞ്ഞു, ദൈവത്തോട് പ്രാർത്ഥിച്ചു. അപ്പോൾ യെശയ്യാ പ്രവാചകൻ വന്നു, നീ ഒരു കാര്യം ചെയ്യുക, അത്തിപ്പഴം എടുത്ത് അരച്ച് നിൻ്റെ ആ പരുവിന്മേലിടാൻ പറഞ്ഞു. വീണ്ടും ഹിസ്കിയാവിന് ജീവിക്കാൻ സാധിച്ചു. 15 വർഷവും കൂടെ. ഈ ഹിസ്കിയാവ് ഒരു അത്ഭുതം ചെയ്തിട്ടുണ്ട്. ഇന്ന് സൗഖ്യദായക ശുശ്രൂഷയുടെ പോർഷനായിരുന്നു വായിക്കേണ്ടിയിരുന്നെങ്കിൽ അതിനകത്ത് വായിക്കുന്ന ഭാഗം ഇയ്യോബിൻ്റെ പുസ്തകം 42-ാം അധ്യായത്തിൻ്റെ ആദ്യത്തെ 10 വാക്യമാണ്. നമുക്കറിയാം ഇയ്യോബിന് ഭയങ്കര എന്തൊക്കെയോ ചർമ്മരോഗങ്ങൾ അതുപോലുള്ളതൊക്കെ ഉണ്ടായിരുന്നു. വളരെ സീരിയസ് ആയിരുന്നു. കാണാൻ വന്നതായ സുഹൃത്തുക്കളെല്ലാം അവനെ കളിയാക്കുകയും വഴക്ക് പറയുകയും അവൻ്റെ ഭാര്യ ഉൾപ്പെടെ ഒക്കെ ചെയ്തു. എന്നാലും ഇയ്യോബ് അതിൽ വിഷമിച്ചൊന്നുമില്ല, നിരാശപ്പെട്ടൊന്നുമില്ല, ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അവസാനം ഈ 3 പേർക്കും വേണ്ടി ഇയ്യോബ് പ്രാർത്ഥിച്ചു. കാരണം ദൈവം അവരെ ശിക്ഷിക്കുമെന്നുള്ളൊരു ഘട്ടം വന്നപ്പോൾ ഇയ്യോബ് അവർക്ക് വേണ്ടി ദൈവത്തോട് അപേക്ഷിച്ചു. ആ പ്രാർത്ഥന ദൈവം കേട്ടു. എന്ന് മാത്രമല്ല, അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ ഇയ്യോബിൻ്റെ അസുഖം ഭേദമായി. ഇയ്യോബിന് വേണ്ടിയല്ല ഇയ്യോബ് പ്രാർത്ഥിച്ചത്. ആ സുഹൃത്തുക്കളായ 3 പേർക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ ഇയ്യോബിൻ്റെ അസുഖം ഭേദമായി. ഞാൻ നേരത്തെ പറഞ്ഞതായി ഹിസ്കിയ രാജാവിനെക്കുറിച്ച് പറയുന്നൊരു ഭാഗമുണ്ട്. ഞാൻ സത്യം പറഞ്ഞാൽ വേദപുസ്തകം അനേകം പ്രാവശ്യം വായിച്ചു പോയിട്ടുണ്ടെങ്കിലും ശ്രദ്ധിച്ചിട്ടില്ലായിരുന്നു ചില കാര്യങ്ങളിൽ. ഈ ചികിത്സാ രംഗത്തേക്ക് വന്നിട്ട് ഇപ്പോൾ 30 വർഷമായി. അങ്ങനെ ആ മേഖലയിലോട്ട് വന്നു കഴിഞ്ഞപ്പോഴത്തേക്കാണ് വേദപുസ്തകം വായിച്ചപ്പോൾ അവിടെ അത്ഭുതകരമായൊരു സംഭവം വായിച്ചത്. ഹിസ്കിയ രാജാവിൻ്റെ രാജ്യത്തെ ജനങ്ങളൊക്കെ ഹിസ്കിയാവ് പ്രാർത്ഥിച്ചപ്പം സൗഖ്യമായി എന്ന്. അതൊരു മഹാത്ഭുതം തന്നെയാണ്. ആ രാജ്യത്തെ ജനങ്ങളൊക്കെയും സൗഖ്യമാകുന്നതായിട്ട്. അത് 2 ദിനവൃത്താന്തം 30-ാം അധ്യായത്തിൻ്റെ 20-ാമത്തെ വാക്യമാണ്.
രാജാവ് പ്രാർത്ഥിച്ചപ്പോൾ ജനങ്ങൾ സൗഖ്യമായി എന്ന്. അത്തരം അനുഭവങ്ങളെക്കുറിച്ചൊക്കെയാണ് നമ്മൾ വേദപുസ്തകത്തിൽ വായിക്കുന്നതും മനസ്സിലാക്കുന്നതുമൊക്കെ. നമ്മുടെ ജീവിതത്തിൽ ഇതിനൊക്കെ എന്തെങ്കിലും സാധ്യതയുണ്ടോ? എനിക്ക് തന്ന സമയം അവസാനിക്കുകയാണ്. എന്തായാലും 1-2 കാര്യങ്ങൾ പ്രത്യേകിച്ച് നിങ്ങളോട് പറയണമെന്ന് ആഗ്രഹിക്കുന്നു. അതെ, കുഞ്ഞുങ്ങൾക്ക് കൂടുതൽ പ്രയോജനപ്പെടും, വളരെയേറെ പ്രായമുള്ളവർക്കും പ്രയോജനപ്പെടും. നിങ്ങൾ കമ്പ്യൂട്ടറൊക്കെ ഉപയോഗിക്കുമ്പോൾ കുറേ നേരം ഉപയോഗിച്ച് കഴിയുമ്പോഴത്തേക്ക് സേവ് ചെയ്യില്ലേ? സേവ് ചെയ്തില്ലെങ്കിൽ മുഴുവൻ പോകത്തില്ലേ? അപ്പോൾ നിങ്ങൾ എന്തെങ്കിലും വായിക്കുകയോ പഠിക്കുകയോ ഒക്കെ ചെയ്യുമ്പോൾ സ്കൂളിലും കോളേജിലൊക്കെ പഠിക്കുന്നവർക്ക് കൂടുതൽ പ്രയോജനപ്പെടും. പ്രായമുള്ള ആളുകൾക്കും ഓർമ്മശക്തി വർദ്ധിപ്പിക്കാം. നമ്മുടെ 3-ാം കണ്ണിൻ്റെ സ്ഥാനത്ത്, അതായത് നെറ്റിയിൽ നിന്ന് മൂക്ക് തുടങ്ങുന്ന സ്ഥലത്ത് ഇങ്ങനെ വിരൽ വെച്ചിട്ട് ഇങ്ങനെ വെക്കുകയാണ് ഏറ്റവും നല്ലത്. എന്നിട്ട് ശക്തിയായിട്ട് അമർത്തുക. നിങ്ങളുടെ ഓർമ്മശക്തി വർദ്ധിക്കും. നിങ്ങളുടെ എക്സാമിനേഷൻ സമയത്തൊക്കെ നിങ്ങൾ ചിലപ്പോൾ അറിയാം, എന്തെങ്കിലും അല്ലെങ്കിൽ ഒരു ടീച്ചർ ഒരു ചോദ്യം ചോദിക്കുമ്പം അറിയാൻ മേലെങ്കിൽ കുറച്ച് നേരം നിങ്ങളൊന്ന് വിഷമിക്കും. പക്ഷേ കുറേ കഴിയുമ്പോൾ നിങ്ങൾക്ക് ഓർമ്മ വരും, ഇല്ലേ? നിങ്ങൾ അറിയാതെയാണെങ്കിലും നിങ്ങളുടെ കൈ ആ ഭാഗത്ത് ഇങ്ങനെ മുട്ടിയായിരുന്നു, അന്നേരമാണ് നിങ്ങൾക്ക് ഓർമ്മ വരുന്നത്. അതായത് നിങ്ങൾ ഉള്ളിലേക്ക് കടത്തിവിട്ട സംഗതി തിരിച്ചു വരാൻ ഇവിടെ ഇങ്ങനെ കൊട്ടിയാൽ മതി. നിങ്ങൾ ആരുടെയും പ്രസംഗം കേൾക്കുമ്പോഴോ എന്തെങ്കിലും വായിക്കുകയോ കേൾക്കുകയോ ഒക്കെ ചെയ്യുമ്പോഴോ ഇത് നിങ്ങൾക്ക് ഉപയോഗിക്കാം. പ്രായമുള്ളവർക്കും കുഞ്ഞുങ്ങൾക്കുമൊക്കെ ഏറ്റവും പ്രയോജനകരമാണ്. ഓർമ്മശക്തി വർദ്ധിപ്പിക്കാൻ കഴിയും. നിങ്ങൾക്കൊരു വേദനയുണ്ടായെന്ന് വിചാരിക്കാം. തലയുടെ വേദനയാണെങ്കിൽ നിങ്ങളെന്താ ചെയ്യുക? തലയുടെ വേദന എന്നത് തലവേദന വന്നാൽ ഇവിടെ ഇങ്ങനെ പിടിച്ചോണ്ടാണോ തലവേദന എന്ന് പറയുന്നത്? ആണോ? അല്ലെങ്കിൽ ഒരു ചെവി വേദന വന്നാൽ ഇവിടെ പിടിച്ചോണ്ടാണോ ചെവി വേദന എന്ന് പറയുന്നത്? അല്ല. ആ വേദന വന്ന സ്ഥലത്ത് നിങ്ങളറിയാതെ കൈ കൊണ്ടിയല്ലും, ഇല്ലേ? നിങ്ങളിപ്പോൾ തലവേദന എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ആയിരിക്കും പിടിക്കുക. ഞാൻ പ്രധാനമായും മരുന്നില്ലാത്ത ചികിത്സകളാണ് ചെയ്യുന്നത്, അക്യുപ്രഷർ പോലുള്ള. ആ നിങ്ങളുടെ വിരൽ ചെന്ന് മുട്ടിയതായ സ്ഥലത്ത് നിങ്ങൾ വീണ്ടും അമർത്തിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ നിങ്ങളുടെ തലവേദന മാറും. ഓരോ സ്ഥലത്തിനും ആ പ്രത്യേകതയുണ്ട്. എന്നാലും ഞാൻ 1-2 എമർജൻസി പോയിൻറ്റുകൾ, നിങ്ങൾക്കൊരാളെ പെട്ടെന്ന് അത്യാവശ്യത്തിന് സഹായിക്കാൻ പറ്റും. അൺകോൺഷ്യസായിട്ട് ബോധക്കേടായിട്ട് വീഴുന്നത് വിചാരിക്കുക, ചിലർ തല ഇറങ്ങുന്നതായിരിക്കും. അങ്ങനെയുള്ള സന്ദർഭം വീണു പോയാൽ പോലും വളരെ എളുപ്പമെന്ന് നിങ്ങൾക്ക് ആളെ രക്ഷപ്പെടുത്താം. നിങ്ങളുടെ വിരൽ ഇങ്ങനെ ഇരിക്കണം, വിരലിൻ്റെ പൊസിഷൻ ഇങ്ങനെ ആയിരിക്കണം. ഓർക്കുക, ഇങ്ങനല്ല, ഇങ്ങനെ ആയിരിക്കണം. ഒരല്പം മേളിലോട്ട് വളഞ്ഞ് നിങ്ങളുടെ മൂക്കിൻ്റെ താഴെ നിങ്ങൾ ആ വിരൽ വെച്ചാൽ പല്ലും മോണയും തമ്മിൽ കൂട്ടിമുട്ടുന്നിടത്താണ് അത് ചെല്ലുന്നത്. അവിടെ ശക്തമായിട്ട് അമർത്തിയാൽ ഒരു 10 സെക്കൻഡ്, അത് കഴിഞ്ഞ് വിരലയക്കുക, വീണ്ടും 10 സെക്കൻഡ് 2-3 പ്രാവശ്യം ചെയ്യുമ്പോൾ ബോധമില്ലാതെ കിടന്ന അയാൾ ബോധത്തോടെ ഉണരും. ഒരാളുടെ ജീവൻ നിങ്ങൾക്ക് രക്ഷിക്കാൻ സാധിക്കും. മറ്റൊന്ന്, പലർക്കും ശ്വാസതടസ്സം ഉണ്ടാകും, വിമിഷ്ടം. അതൊരു പക്ഷേ ആസ്മ എന്ന രോഗം കൊണ്ടാവാം, ഇല്ലെങ്കിൽ ഓടിയിട്ടാവാം, ഇല്ലെങ്കിൽ കയറ്റം കയറിയതുകൊണ്ടാകാം. അങ്ങനെയുള്ള സന്ദർഭത്തിൽ കൈപ്പത്തി നെഞ്ചത്തോട്ട് ചേർത്ത് വെച്ചിട്ട് തള്ളവിരലോ ചൂണ്ടുവിരലോ നടുവിരലോ ഏതൊരു വിരലാണോ സൗകര്യം, ആ വിരൽ തൊണ്ടക്കുഴിയിലോട്ട് വയ്ക്കുക. ഇങ്ങനെയോ എന്നിട്ട് കൈപ്പത്തി ഇങ്ങനെ മേലോട്ടും താഴോട്ടും ചലിപ്പിച്ചാൽ നിമിഷ നേരം കൊണ്ട് ആ ശ്വാസതടസ്സം മാറിക്കിട്ടും. അത് വലിവാണെങ്കിൽ ആസ്മയാണെങ്കിൽ മാറത്തില്ല, പക്ഷേ ടെമ്പററി ആയിട്ട് നമുക്കൊന്ന് മാറ്റിയെടുക്കാനായിട്ട് സാധിക്കും. ഓക്കെ. ചില ആളുകൾക്ക് എക്കിളുണ്ടാകും. തുടരെ എക്കിൾ വന്നാൽ ഒരു പക്ഷേ മരണം സംഭവിക്കാം, കാരണം ശ്വാസം കിട്ടാതെ വരും.
അങ്ങനെയുള്ള സന്ദർഭത്തിൽ ചെവിക്കകത്തോട്ട് വിരലിട്ട് ചെവി അങ്ങ് അടച്ചു പിടിച്ചാൽ മതി. ഒരു 10 സെക്കൻഡ് ഇങ്ങനെ ചെവി അടച്ചു പിടിക്കുക. 10 സെക്കൻഡ് കഴിയുമ്പോൾ വിരലെടുക്കുക. വേണമെങ്കിൽ 2-3 പ്രാവശ്യം കൂടി ചെയ്യുക. അപ്പോൾ എക്കിളി നിൽക്കും. അങ്ങനെ ഒത്തിരി കാര്യങ്ങളുണ്ട്. സമയം തന്നത് അവസാനിക്കുന്നു എങ്കിൽ വേദപുസ്തകത്തിനകത്ത് 1-2 കാര്യങ്ങളിലൂടെ പറഞ്ഞതിനെക്കുറിച്ച് ഓർപ്പിക്കട്ടെ. ഒന്ന്, അത്തിപ്പഴം. എന്തായിരുന്നു അത്തിപ്പഴം? അന്നത്തെ അവരുടെ ഭക്ഷണമായിരുന്നു. അവരുടെ ഭക്ഷണം. ആ ഭക്ഷണ സാധനമാണ് മരുന്നായിട്ട് ഉപയോഗിച്ചത്. ഇവിടെയും ഇപ്പോഴും പ്രകൃതി ചികിത്സ ചെയ്യുന്നവരൊക്കെ വലിയൊരു മുറിവുണ്ടായിട്ട് കരിയാതെ മാസങ്ങളും വർഷങ്ങളുമൊക്കെ കിടക്കുന്നിടത്ത് അത് കരിക്കാൻ ഉപയോഗിക്കുന്ന ഒരു സാധനം എന്ന് പറയുന്നത് ക്യാരറ്റാണ്. ക്യാരറ്റ് നന്നായിട്ട് അരച്ചിട്ട് ആ മുറിവിൻ്റെ മേളിൽ പുരട്ടിയാൽ മതി. ഏതാനും ദിവസത്തിനുള്ളിൽ എത്ര വലിയ പഴകിയ മുറിവാണെങ്കിലും കരിഞ്ഞു കിട്ടും. അതായത് ഭക്ഷണ സാധനം മരുന്നായിട്ട് ഉപയോഗിക്കാം. സാധാരണ ആളുകൾക്ക് ഉണ്ടാകുന്ന ഒരു രോഗമാണല്ലോ സ്റ്റോൺ. അത് കിഡ്നിയിലാവാം, അല്ലെങ്കിൽ യൂറിനറി ബ്ലാഡറിലാകാം, ഗോൾ ബ്ലാഡറിൽ പിത്തസഞ്ചിയിലാവാം, പാൻക്രിയാസിലാവാം. എവിടെയാണെങ്കിലും അത് കളയാൻ വളരെ എളുപ്പമുള്ളൊരു കാര്യം, നമ്മൾ കറി വെച്ച് കൂട്ടുന്ന വെണ്ടയ്ക്കായില്ലേ, വെണ്ടയ്ക്ക മുറിച്ച് വെള്ളത്തിലിട്ട് വയ്ക്കുക. 8 മണിക്കൂറെങ്കിലും വെള്ളത്തിൽ കിടന്നതിന് ശേഷം ആ വെണ്ടയ്ക്ക തിന്നുക, ആ വെള്ളവും കുടിക്കുക. ചിലർക്കൊക്കെ ഒറ്റ ദിവസം കൊണ്ട്, ഒറ്റ തവണത്തെ കൊണ്ട് കല്ല് പോയിട്ടുണ്ട്. 2-3 പ്രാവശ്യം ആവർത്തിക്കാം. അത്രയ്ക്ക് ഗുണമുണ്ട്. അതായത് നമ്മുടെ ഭക്ഷണ സാധനം. അതുപോലെ കർത്താവ് ചെയ്തെടുത്ത് തൊടാതെയും പറഞ്ഞും ഒക്കെ സൗഖ്യം കൈക്ക് പിടിച്ച് എഴുന്നേപ്പിച്ചും ഒക്കെയുണ്ട്. പക്ഷെ ഇന്ന് നമ്മളിപ്പോൾ വായിച്ചതായ 2 ഭാഗത്തും പറയുന്നത് എന്താ ഉപയോഗിച്ചേ? തുപ്പൽ അല്ലേ, ഉമിനീർ. ഇന്ന് തുപ്പലെന്ന് പറയുന്നതിനെ പൊതുവേ അവജ്ഞയോടെയാണ് കാണുന്നത്. പക്ഷേ എൻ്റെയൊക്കെ ചെറുപ്രായത്തിൽ തുപ്പൽ ഉപയോഗിക്കുന്ന ചികിത്സ ഉണ്ടായിരുന്നു. ഒരു മുറിവുണ്ടായാൽ തുപ്പൽ പുരട്ടിയാൽ മതിയായിരുന്നു, മുറിവ് കരിയും. മുഖക്കുരു, കൺകുരു, അതിനൊക്കെ തുപ്പൽ തൊടുമായിരുന്നു, കരിഞ്ഞു കിട്ടുമായിരുന്നു. വെളിപാട് പുസ്തകത്തിൻ്റെ അവസാന ഭാഗത്തും എഗസ്കേൽ പ്രവചനത്തിൻ്റെ അവസാന ഭാഗത്തും ഇല രോഗശാന്തിക്ക് ഉപയോഗിക്കുന്നതിനെക്കുറിച്ച് പറയുന്നുണ്ട്. അതുകൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. പലർക്കും നമ്മുടെ ശരീരത്തിലെ രക്തം കുറവാണ്, അല്ലെ അതിൻ്റെ പല ഇൻഗ്രീഡിയൻസും കുറവാണെന്നൊക്കെ പറയാറുണ്ടല്ലോ. അങ്ങനെയുള്ളവർക്ക് ഒരില പ്രയോഗിക്കാം. നമ്മളുപയോഗിക്കുന്ന കോളിഫ്ലവർ ഇല്ലേ, കോളിഫ്ലവർ, അതിൻ്റെ ഇല. കച്ചവടക്കാരൻ ആ ഇലയെല്ലാം വെട്ടിയിട്ട് ഫ്ലവർ മാത്രമേ നമുക്ക് തരത്തുള്ളൂ. ആ ഇല ഒരു 4-5 എടുത്തിട്ട് നന്നായി വൃത്തിയാക്കി ഒന്നുകിൽ തോരൻ വെച്ച് കഴിക്കുക, ഇല്ലെങ്കിൽ ഒരു 3 ഗ്ലാസ് വെള്ളത്തിൽ ആ ഇലയിട്ട് 2-3-4 ഇലയിട്ട് തിളപ്പിച്ച് ആ വെള്ളം കുറച്ചുകൂടെ പറ്റിച്ച് 3 ഗ്ലാസ് എന്നുള്ളത് 2 ഗ്ലാസ്സാക്കി കുറയ്ക്കുക. അതിനകത്ത് അല്പം മഞ്ഞൾപ്പൊടിയും അല്പം ഉപ്പും അല്പം കുരുമുളകും ടേസ്റ്റിന് വേണ്ടിയാണ് ചേർത്ത് കുടിച്ചാൽ ഒരു 10-15 ദിവസം കുടിച്ചാൽ നിങ്ങളുടെ ബ്ലഡ് നോർമലാകും. ഇത് കേരളത്തിൽ ആർക്കും അറിയത്തില്ല. കേരളത്തിൽ ഇത് ചെയ്യാറില്ല. ഞാനിത് ദീർഘവർഷങ്ങൾ മുമ്പേലായിരുന്നുകൊണ്ടാണ് ഇത് അവിടുന്ന് പഠിച്ചതാണ്. വളരെയേറെ ആളുകൾക്ക് പ്രയോജനപ്പെട്ടിട്ടുണ്ട്. ഒരു കാര്യം കൂടെ പറയാൻ വിട്ടുപോയി, അത് പറയാം. നിങ്ങൾ പാട്ട് പാടുന്നവരുണ്ടല്ലോ, പ്രസംഗിക്കുന്നവരുണ്ടല്ലോ, നിങ്ങളുടെ ശബ്ദം നന്നാക്കാൻ, കൂടുതൽ നന്നായി സംസാരിക്കാൻ, ശബ്ദിക്കാൻ, പാട്ട് പാടാൻ, തൊണ്ടയിൽ നിന്ന് വരുന്ന ശബ്ദം മധുരതരമാക്കാൻ ചെയ്യാവുന്നൊരു കാര്യമുണ്ട്. നിങ്ങളുടെ ഒരു കൈയിലോട്ട് മറ്റേ കൈയുടെ തള്ളവിരൽ അതിൻ്റെ നടുക്കോട്ടിങ്ങനെ വയ്ക്കുക. സ്ക്വയർ മെമ്പേഴ്സിനൊക്കെ വളരെ പ്രയോജനപ്പെടും. തള്ളവിരൽ മറ്റേ കൈപ്പത്തിയുടെ നടുക്ക് വയ്ക്കുക. എന്നിട്ട് ഈ കൈയുടെ വിരലുകളെല്ലാം ഇങ്ങോട്ട് മടക്കുക. മടക്കിയതിന് ശേഷം ഈ കൈയുടെ തള്ളവിരലിനോട് മറ്റേ കൈയുടെ ചൂണ്ടുവിരലിങ്ങനെ കൂട്ടിമുട്ടിക്കുക. ബാക്കിയുള്ള വിരലുകളൊക്കെ അതിൻ്റെ പുറകിൽ പിടിക്കുക. ഇങ്ങനെ ഇരിക്കും. അപ്പോൾ ഇത് കണ്ടാലൊരു
ശംഖിൻ്റെ ഷേപ്പാവും. ശംഖ് ഒന്നുകൂടെ പറയുന്നു. കൈവെള്ളയ്ക്കകത്തോട്ട് മറ്റേ കൈയുടെ തള്ളവിരൽ വയ്ക്കുക, വിരലുകൾ മടക്കുക, ഈ തള്ളവിരലും ഈ കൈയുടെ ചൂണ്ടുവിരലും തമ്മിൽ കൂട്ടിമുട്ടിക്കുക, ബാക്കിയുള്ള വിരലുകൾ അതിൻ്റെ പിറകിൽ ഇങ്ങനെ പിടിക്കുക. എന്നിട്ട് ഈ കാണുന്ന വിടവിലേക്ക് ശക്തിയായി ഊതുക. നിങ്ങൾ ശബ്ദമൊന്നും എടുക്കണ്ട, ഊതിയാൽ മതി. ഏതാനും പ്രാവശ്യം ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്കതിൻ്റെ ഗുണം കിട്ടും. ശബ്ദം പൂർണ്ണമായി നഷ്ടപ്പെട്ടിട്ട് പറയുമ്പോൾ കാറ്റ് പോലെ മാത്രം ഉണ്ടായിരുന്ന അവസ്ഥയിലുണ്ടായിരുന്ന ആൾ വീണ്ടും ശബ്ദം കിട്ടിയപ്പോൾ ഗാനമേള നടത്താൻ തുടങ്ങിയ അനുഭവങ്ങളുണ്ട്. അത്രയ്ക്ക് പ്രയോജനപ്പെടുന്ന നിങ്ങളെക്കൊണ്ട് ചെയ്യാൻ സാധിക്കുന്ന കാര്യങ്ങൾ, നിങ്ങൾക്ക് സ്വയമായിട്ടോ മറ്റുള്ളവർക്കോ ചെയ്തു കൊടുക്കാൻ പറ്റുന്ന ഇത്തരം കാര്യങ്ങൾ ചെയ്യുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിങ്ങളിലൂടെ പ്രവർത്തിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നിങ്ങളോട് കുറച്ച് സമയം സംസാരിക്കാൻ അവസരം തന്ന ദൈവത്തിന് സ്തോത്രമർപ്പിക്കുന്നു. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ വളരെയേറെ രോഗങ്ങളുള്ള ഒരാളാണ്. ഒരുപക്ഷെ നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റത്തില്ലായിരിക്കാം. 35 തവണ മരണത്തിൽ നിന്ന് ദൈവം എന്നെ വിടുവിച്ചതാണ്. 3 തവണ കൊള്ളാവുന്ന ഹാർട്ട് അറ്റാക്ക് ഉണ്ടായി. കുഴഞ്ഞു വീഴുക എന്ന് പറയുന്ന അസുഖം 23 തവണ വീണിട്ടും ഞാനിപ്പോഴും ജീവനോടെ ഇരിക്കുന്നു. ആ ദൈവം എന്നെ എടുത്ത് ഉപയോഗിക്കുന്നു. നിങ്ങളോട് ഇടപെടുവാൻ ലഭിച്ചതിന് അവസരത്തിന് നന്ദി അർപ്പിക്കുന്നു. നിങ്ങൾക്ക് ഇന്ന് മറ്റെന്തോ പരിപാടിയുണ്ട്, അല്ലെങ്കിൽ കുറച്ച് കാര്യങ്ങളൂടെ പറയാമെന്ന് ആഗ്രഹിച്ചിരുന്നു. സാധിക്കുവാണെങ്കിൽ ചെയ്യാം.